ഹലോ എവരിവൺ. കേൾക്കാലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇക്കണോമിക് സോഷ്യോളജി ആണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജെൻഡർ ആൻഡ് സോഷ്യോളജി, അതുപോലെ തന്നെ റിലീജിയൻ ഓഫ് സോഷ്യോളജി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിലീജിയനും അതുപോലെ തന്നെ ജെൻഡറും ഒക്കെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ സോഷ്യോളജിയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് ഇക്കണോമിക് സോഷ്യോളജി എങ്ങനെയാണെന്നാണ്. അതായത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യോളജിയുമായി അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഏതൊക്കെ രീതിയിൽ വിശദമായിട്ട് പഠിക്കാമെന്നുള്ളത് നമുക്ക് ഈ ടെക്സ്റ്റിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ചില മൊഡ്യൂളുകളായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ആ മൊഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. അപ്പൊ ആ മൊഡ്യൂളുകൾ അനുസരിച്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന് കീഴെ 3 മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്, 3 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കണോമി ആണ്. സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ, സംസ്കാരവും ഈ ഒരു ഇക്കണോമിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോർമലൈസം ആൻഡ് സബ്സ്റ്റൻറ്റീവ്സും ആണ്. അതുപോലെ തന്നെ ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു ഇൻട്രഡക്ഷൻ ടു ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇക്കണോമിക് സോഷ്യോളജി എന്താണ്, അതുപോലെ തന്നെ ഇക്കണോമിക് ബെനിഫിറ്റുകൾ നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഇക്കണോമിക് ബെനിഫിറ്റുകൾ എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതിനകത്ത് 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. റെസിപ്രോസിറ്റി, ദ ഗിഫ്റ്റ്, എക്സ്ചേഞ്ച് ആൻഡ് മണി. അപ്പൊ എക്സ്ചേഞ്ച് ആൻഡ് മണി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഒരുപാട് വിപുലമായിട്ടുള്ള ഇക്കണോമിക് സ്രോതസ്സുകൾ ഇന്നുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് SIP, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഒരുപാട് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് സമൂഹം നൽകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് ഒക്കെ വളരെയധികം കൂടുതലായിട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഇക്കണോമിക്കുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് ഇക്കണോമിക് സ്രോതസ്സുകൾ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഇക്കണോമിക് ബന്ധം കൂടെ അല്ലെങ്കിൽ ഇക്കണോമിക് സ്രോതസ് അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് വളരാനായിട്ട് അല്ലെങ്കിൽ അത് കൂടാനായിട്ട് കാരണമാകും. പിന്നെ വരുന്നത് മൂന്നാമത്തെ മൊഡ്യൂൾ ആണ്. അതിൻ്റെ അകത്ത് സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ, കൽക്കുലേഷൻസ് ആൻഡ് കൺസെപ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റില് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് 6th ചാപ്റ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 7th ചാപ്റ്ററിൽ പാസ്റ്ററലിസ്റ്റ് ആൻഡ് ഹോർട്ടിക്കൾച്ചറലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പം 8ാമത്തേത് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്താണ്, നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് നമ്മൾ ഉൽപാദനങ്ങൾ നടത്തുന്നുണ്ടല്ലേ. ഇപ്പം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചിപ്സ്, അതുപോലെ തന്നെ ചില മെറ്റീരിയൽസ്, ഹോംലി ഫുഡ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രൊഡക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ജോലിക്ക് പോകാൻ പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സൈഡ് ബിസിനസ്സോ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്ക് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതുവഴി നമുക്ക് എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടുന്നതിന് അത് സഹായകരമാകും. പിന്നെ പെസന്റ് ഇക്കണോമി എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ക്യാപിറ്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റും നമുക്കുള്ളതാണ് കേട്ടോ. ക്യാപിറ്റലിസം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലിസം ആണ്. സോഷ്യലിസം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. പിന്നെ വരുന്നത് സം കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഉണ്ട്. ഈ 2 കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമൂഹികമായ വികസനമാണ്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം എങ്ങനെയാണ് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ വർദ്ധിപ്പിച്ചതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. ഗ്ലോബലൈസേഷൻ കാരണം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നത്. അങ്ങനെയുള്ള അവസരം കിട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ഒരുപാട് പണം സമ്പാദിക്കാൻ തുടങ്ങി. ആ പണമെല്ലാം പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. അതായത് പ്രത്യേകിച്ച് ദുബായിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നവര് ആ ഒരു എമൗണ്ട് ഈ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവിടെ നാട്ടില് കുറച്ചധികം വിലപിടിപ്പുള്ള വീടും അതുപോലെ തന്നെ സ്ഥലമൊക്കെ വാങ്ങിക്കാനാണ് അവരത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്ന ആളുകൾ അവിടെ തന്നെ ഒരു വീടൊക്കെ വാങ്ങിച്ച് അവിടെ സെറ്റിൽ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റും ഗ്ലോബലൈസേഷനും ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ അപ്പൊ നമുക്ക് ഇത്രയും മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 13ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കണോമി എന്ന് പറയുന്ന ടോപ്പിക് ആണ്.
Economic sociology tries to establish a link between human social behaviors. The social, cultural, and economic phenomena are important aspects of life, and it's very important to understand the linkage among these three economic sociology analysis. Economics by using sociological tools and establish a link between the economic and social phenomena. Economic sociology had established a separate identity as a sub-discipline of sociology. There are different approaches of sociology to explain the dynamics of social life and economics. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയും കൾച്ചറും ഇക്കണോമിയും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. സമൂഹത്തിൽ പണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് സമൂഹവും അതിന്റെ കൾച്ചറും ഒക്കെ വളരെയധികം ഡിഫറെന്റ് ആവാനായിട്ട് തുടങ്ങും. പ്രത്യേകിച്ച് നമുക്ക് വ്യവസായവൽക്കരണമൊക്കെ വന്നപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് പണം നമ്മളിലേക്ക് വരാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് തൊഴിലാളികളെല്ലാം തന്നെ ഈ ഒരു വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഇല്ലാതാവുകയും എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു എമൗണ്ട് അവർക്ക് കിട്ടുകയും അതിൽ നിന്ന് മിച്ചം പിടിച്ച് അവർ ചിലപ്പോൾ മറ്റു ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങി പണക്കാരായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവരുടെ കൾച്ചർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക നില ഉയരുമ്പോൾ കൾച്ചർ മാറും എന്നുള്ള കാര്യം നമ്മളിപ്പം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. പിന്നെ ഇക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട് നമുക്ക്. We know the economics is primarily concerned with the economic lives of people, and sociology has even extensive viewpoint, and it is concerned with the understanding society's social activities as a whole, including the economic lives of people, belief system in the society, traditions, culture, political issues, etc. In this way, the relationship between economics and sociology is not competing, substituting, but these are two complementary, and there is a great deal of cooperation, and economic analysis is also helped by sociological viewpoints on economic aspects, and some economists had a point that analysis of many economic phenomena is not completed without understanding the sociological aspects. During the early 19th century, a number of sociologists were worrying about the changes taking place in the economic and social fields. According to Karl Marx, economy is an important aspect of social change and reproduction. A society is built around the economy, and different social classes are structured on specific modes of production. The main concerns of the sociologists were the changes taking place due to capitalism, industrialization, urbanization, etc. Studying the relationship between economic structures and social actions, Max Weber went on to analyze the role played by cultural factors, the significance of post-ethnic ethnic in the emergence of capitalism in the Western world. Emil Durkheim tried to understand the changes in division of labor in modern societies and the way it explains formation of groups. Marx's approach of political economy and class analysis, as well as institutional emphasis of Weber, are combined by classical political economy and economic sociology, and shows how specific mode of the economy had come up in the same way the Marxist behavior and firms strategies can be understood by the Keynes concept of structure. അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇക്കണോമിക് ആൻഡ് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റില്. നമ്മൾ പറഞ്ഞു പണ്ടത്തെ ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു, അവർ കൃഷിയൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ അവർ പാട്ടത്തിന് ഭൂമി എടുത്തായിരുന്നു ഒരുപാട് താഴെയുള്ള കർഷകരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ജന്മിമാരായിരുന്നു ഭൂമിയുടെ ഉടമകളായിട്ടുണ്ടായിരുന്നത്. പിന്നീട് വ്യവസായവൽക്കരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം കോളനികളൊക്കെ ആയിട്ട് മാറിയപ്പോൾ വ്യവസായവൽക്കരണത്തിലൂടെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് കുടിയാന്മാരായിരുന്ന ഒരുപാട് ആളുകൾ വ്യവസായ മേഖലകളിൽ തൊഴിലാളികളായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. അത് അവരിൽ കൂടുതൽ ഒരു ആത്മബോധവും അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവും ഒക്കെ വളർത്തി. കാരണം ഈ ഒരു കുടിയാനായിട്ട് നിന്ന് ജമ്മിയുടെ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കുടിയാന് അല്ലെങ്കിൽ ആ ഒരു കർഷകന് ഒരു അധികാരവും അല്ലെങ്കിൽ ഒരു അവകാശവും ഇല്ലായിരുന്നു. വളരെ തുച്ഛമായ കൂലിയും അതുപോലെ തന്നെ വളരെയധികം കഷ്ടപ്പാടും അതുപോലെ തന്നെ പട്ടിണിയും ഒക്കെ ആയിരുന്നു അവരുടെ കയ്യിലാകെ മുതൽക്കൂട്ടുണ്ടായിരുന്നത്. പക്ഷേ വ്യവസായ വിപ്ലവം വന്ന് തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു കമ്പനികളിലൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒരു മിനിമം ജീവിത ചെലവിനുള്ള ഒരു എമൗണ്ട് കിട്ടി. അതുപോലെ തന്നെ അവരെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പണമുള്ളവരും അതുപോലെ തന്നെ പല ജാതിയിൽപ്പെട്ടവരും ഒക്കെ ഒരുമിച്ച് അവിടെ വന്നിരുന്ന് ജോലി ചെയ്യുകയും അവിടെ മിങ്കിൾ ചെയ്യാനൊക്കെ തുടങ്ങിയത് കൊണ്ട് ആ ഒരു സംസ്കാരം, പ്രത്യേകിച്ച് ജാതി വർണ്ണ വ്യവസ്ഥയൊക്കെ ഒരുപാട് തകരാനായിട്ട് ഈ ഒരു വ്യവസായ വിപ്ലവം കാരണമായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഒരു ആത്മാവബോധം ഉണ്ടാവുകയും അവർ സമൂഹത്തിന്റെ കുറച്ച് എമൗണ്ട് ഒക്കെ മിച്ചം പിടിച്ച് അവരൊരു മിഡിൽ ക്ലാസ് ആയിട്ട് മാറുകയും ആ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ഒരു അധികാരം അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പെക്ട് അവർക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ റെസ്പെക്ട് കൂടാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇക്കണോമിക് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ ഇക്കണോമിക് ഗ്രോത്ത് വന്നത്? ശരിക്കും പറഞ്ഞാൽ വ്യവസായ വിപ്ലവം തന്നെയാണ് അതിന്റെ ഒരു മൂല കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. വ്യവസായ വിപ്ലവം കാരണമാണ് ഒരുപാട് ഫാക്ടറീസും അതുപോലെ തന്നെ വ്യവസായശാലകളും ഒക്കെ ഇവിടെ വന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഒരുപാട് ആളുകൾ കാർഷികമായിട്ടുള്ള തൊഴിലുകളൊക്കെ ഉപേക്ഷിച്ച് ഈ വ്യവസായ മേഖലകളിലേക്ക് വരികയും തൊഴിലിടങ്ങളിൽ ജോലി ചെയ്ത് ഉയർന്ന പണം സമ്പാദിക്കാൻ തുടങ്ങിയതുമൊക്കെ. പിന്നെ വരുന്നത് in developing economic sociology as a specialized field of inquiry, a great role was played by subsequent writers such as Parsons and Polanyi, whereas sociologists during the 19th century were primarily concerned with describing market behavior and practices in the shape of social action and influenced by structural factors. The economists were more concerned with developing mathematical models, quantitative analysis of fundamental assumptions of market, etc. A number of assumptions of classical political economy and modernization theory were questioned due to changes keeping place in the sense society due to there were improvements in economic and social theories. അപ്പൊ ആ ഒരു ഇക്കണോമിക് ആൻഡ് സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യോളജി എന്ന കോൺസെപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു വ്യവസായവൽക്കരണത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കണോമി, അതൊന്ന് ജസ്റ്റ് നോക്കാം. ആഡം സ്മിത്ത് assumed the stability of human nature and behavior. He also assumed that people are rational and they buy things from the market on the basis of its utility. According to sociologists, people act in social and cultural context, and such social action can be different in different cultures. Max Weber argued that a social action can be influenced by tradition, affect and rational, legal. അപ്പം നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, നമ്മൾക്ക് എത്ര പണമുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത ചിലവ് നമ്മൾ ക്രമീകരിക്കാം. ഇന്നത്തെ സമൂഹത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇപ്പം വരുമാനം 30,000 ഉണ്ടെങ്കിലും 60,000ത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും പല ആളുകളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ലോണുകളൊക്കെ കിട്ടും. ആ ലോണുകളൊക്കെ നമുക്ക് എടുക്കാം, ഈ കുറേശ്ശെ വെച്ച് അടിച്ചു തീർത്താൽ മതി. ആ ഒരു ചിന്തയിൽ ഒരുപാട് ലോൺ എടുത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ എന്താണ്, ഒരു പരിധിയിൽ കൂടുതലായി കഴിയുമ്പോൾ നമ്മുടെ തന്നെ നില വിട്ടു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. നമ്മൾ പരിധിയിൽ കൂടുതൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചല്ലാതെ നമ്മൾ അമിതമായിട്ട് ചെലവ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടും കിടപ്പാടും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുചെന്നെത്തിക്കും. പിന്നെ ട്രഡീഷണൽ ഹർബൻ എക്കണോമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഏൻഷ്യൻ പീരീഡിൽ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫ്രം 2600 and 1500 BC was a well-developed urban civilization having broad rural base. During the period from 1500 to 1000 BC, urban civilization were replaced by the semi-nomadic and personal lifestyles. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ അർബൻ ഇക്കണോമി എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് ഒരു പണ്ടത്തെ ഒരു നാഗരിക സംസ്കാരം എന്ന് നമുക്ക് പറയാം. കാരണം അവിടുത്തെ നാഗരിക സംസ്കാരത്തിൻ്റെതായ ഒരുപാട് ചില ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചില അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരേ നല്ല രീതിയിലുള്ള ഒരു നഗരാസൂത്രണം ഒക്കെ അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് ഒരു ഏൻഷ്യൻ പീരീഡിലെ ഒരു അർബൻ ഇക്കണോമി എന്ന് പറയുന്നത്. അവരെന്താണ്, അവർ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവർക്ക് ഒരു ഭരണവർഗത്തിന് താമസിക്കാൻ ഒരു വിഭാഗവും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് താമസിക്കാനുള്ള വിഭാഗങ്ങൾ ഒരു പ്രദേശവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ചേർന്ന കിണറുകൾ ഉണ്ടായിരുന്നു, ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു, പൊതുവായിട്ടുള്ള ഒരു അഴുക്കുചാൽ സംവിധാനമൊക്കെ അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ കുളിപ്പുര, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താണ്, ആ ഒരു ഏൻഷ്യൻ പീരീഡിൽ തന്നെ ഹർബൻ ഇക്കണോമിയെ നമുക്ക് വരച്ചു കാണിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്.
ഇനി ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എവിഡൻസ് സജസ്റ്റ് ദാറ്റ് ഇൻ ദ ഏൻഷ്യൻ പീരീഡ് ദെയർ വാസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഇന്ത്യൻ merchants used to have internal trade in manufactured goods and food grains. Indian external trade converted China, Rome, Paris and Southeast Asia. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് പീപ്പിൾ ഓഫ് ദ അർബൻ ഇക്കണോമി വെയർ എൻഗേജ്ഡ് ഇൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇൻക്ലൂഡിംഗ് potters, ivory workers, weavers, wood workers, etc. പിന്നെ ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്ന അർബൻ ക്രാഫ്റ്റ് സിസ്റ്റം. Craftsmen had formed craft and trade guilds, compromising members of the same craft trade, and famous among these were guilds of potters, smiths, weavers, ivory, etc. The rural economy had an ജജ്മാനി സിസ്റ്റം. അപ്പൊ എന്താണ് ഈ ഒരു ഗിൽഡ് സിസ്റ്റവും അതുപോലെ തന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഏൻഷ്യന്റ് പീരീഡിലെ അർബൻ ഇക്കണോമി, ഇതെല്ലാം നമുക്ക് തമ്മിൽ കൂട്ടിച്ചേർത്ത് പറയാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഏൻഷ്യന്റ് പീരീഡിലെ അർബൻ ഒരു ഇക്കണോമി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനാണ്. അതുകൂടാതെ നമ്മൾ കാണുന്നുണ്ട് ട്രേഡും കൊമേഴ്സും ഒക്കെ വളർന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ആദ്യകാലങ്ങളിൽ കപ്പലിലും അതുപോലെ തന്നെ മറ്റ് കാൽനടയായിട്ടും അല്ലെങ്കിൽ ഒട്ടകത്തിനെയും കുതിരയുടെ ഒക്കെ പുറത്ത് കയറ്റിയൊക്കെ ആയിരുന്നു സാധനങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വിറ്റിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ട്രേഡ് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ആ ട്രേഡ് ഒക്കെ നടന്നിരുന്നത്. വളരെ സുലഭമായിട്ട് നമുക്ക് അത്തരം സാധനങ്ങളൊന്നും ഇന്ന് കിട്ടുന്നവരെ കിട്ടില്ലായിരുന്നു. പിന്നെ ആർട്സും ക്രാഫ്റ്റ്സും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആർട്സിന്റെയും ക്രാഫ്റ്റ്സിന്റെയും ഒക്കെ വിൽപ്പനയും വളരെയധികം കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നതും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വ്യവസായ മേഖലയിലുള്ള ആളുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന തൊഴിൽ സംഘടനയാണ് ഗിൽഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഗിൽഡുകളെ കുറിച്ച്. വ്യാപാര ഗിൽഡുകളുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വ്യവസായികളുടെ, പ്രത്യേകിച്ച് വ്യാപാര വ്യവസായം നടത്തുന്ന ആളുകളുടെ ഗിൽഡുണ്ട്, അതുപോലെ തന്നെ തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ ഗിൽഡുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഗിൽഡുകളുണ്ട്. ആ ഗിൽഡുകളാണ് തൊഴിലാളികളുടെ ശമ്പളം അല്ലെങ്കിൽ ഓരോ ഉൽപ്പന്നത്തിന്റെ വിലയൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ തൊഴിലാളി സംഘടനകളൊക്കെ ആയിട്ടാണ് നമുക്ക് അന്ന് ഗിൽഡുകളെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് അർബൻ ഇക്കണോമിയുടെ, ട്രഡീഷണൽ ആയിട്ടുള്ള അർബൻ ഇക്കണോമിയുടെ സവിശേഷതകളെ കുറിച്ച്. പിന്നെ വരുന്നത് ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ഓഫ് മാർക്സ്, വെബർ, ഡർക്കൈം, സിമൽ ആൻഡ് ദെബൽ ആൻഡ് ഫ്യൂ others. The first approach among the early approaches of economic sociology followed the Marxian methods to explain the social relations formed around the material life, division of classes, production of rent and profit, economic differentiation, and how the capitalist structure had affected socio-cultural areas. Weber's stress on understanding organization is also included in its, and it's also explains the interactions between organizations and state social classes, or between industrial and agricultural interests. Economic sociology's second approach lays stress on the role of networks in economy and also analyze allied relations with each other and their monopoly on social resources, the way economic elites from their alliance with the social political leaders, and the way such alliance of national policies and business deals. Third approaches, institutional approach, which is inspired by Durkheim and its studies, beliefs, myths, ideologies, and so construction of economics. In Karl Marx എന്ന് പറയുന്നത്, he said the labor the most important condition for the existence of human society. He criticized the classical economists for not effective thinking up the conflict between capitalists and workers, characteristics of capitalist economics, and gave emphasis on ownership in the means of production. He also explained class formation and production. He also explained class formation and social transformation, and viewed the capitalism had generated growing polarization between social classes, which may increase the conflict and may throw out the old forms of economic organization. അപ്പം നമ്മൾ പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ മാർക്സും അതുപോലെ തന്നെ മാക്സ് വെബറും അതുപോലെ ജോർജ് സിമലും ഒക്കെ നല്ല രീതിയിൽ സമൂഹത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ് അല്ലെങ്കിൽ സാമൂഹിക ചിന്തകരാണ്. അവര് ഈ ഒരു ക്ലാസിക്കൽ റൈറ്റിംഗ്സ്, അവർ എഴുതിയിട്ടുള്ള കുറച്ച് ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും ഇക്കണോമിക്കും സോഷ്യോളജിയുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അവരുടെ ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. കാൾ മാർക്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കാൾ മാർക്സ് പറയുന്നത്
Wealth is capitalist. Economics generates surplus value and profits and leads to exploitation of the working class. He said that due to competition and entrepreneurs have to look for new techniques and machines to reduce their cost and production and increase wealth by putting in more capital and earning more profit at the cost of labor, which leads other capitalists also to look for innovation by unemployment which causes poor in conditions of working classes. അപ്പോൾ മാക്സ് വെബർ എന്ന് പറയുന്നത് 1864 1920 മുതലുള്ളതാണ്. 1864 മുതൽ 1920 വരെയാണ് മാക്സ് വെബറിന്റെ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Weber's theory or origin of modern capitalism in provided in his work The Protestant Ethnic and the Spiritual of Capitalism. He said the many earlier economics had misunderstood the social and cultural context of the beginning of capitalism. He pointed that Protestant ethnic inspired by Calvinism had played a significant place in forming capitalist ideas. He said that due to the doctrine of predestination, many people had been chosen by their prosperity. ഇപ്പൊ മാക്സ് വെബറിന്റെ കാര്യം 1864 മുതൽ 1920 വരെയാണ് മാക്സ് വെബർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അദ്ദേഹം എഴുതിയിട്ടുള്ള സൊസൈറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു മോഡേൺ ക്യാപിറ്റലിസത്തെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് സമൂഹത്തെക്കുറിച്ചും ഈ ഇക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിർവചിക്കാൻ നമുക്ക് ഇദ്ദേഹത്തിന്റെ വർക്കുകൾ വളരെയധികം സഹായകരമാവും. എമിൽ ഡർക്കൈം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും ഇക്കണോമിയും സോഷ്യോളജിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Durkheim said that the economic factors depends on social phenomena because it is a constant of social institutions, norms, and values. Many modern economic sociologists call him as the father of economic sociology because of his ideas of economic growth and theory and research. Durkheim was critical of economists for isolating everything from its social aspects. He studied the beginning of industrial societies and tried to give sociological explanations for changes in the lives of communities. He analyzed changes in social dynasty in his book, The Division of Labor in Society. Durkheim said that with growth of technology and towns, many groups of people come together with great consequences, and it's also changed the way they socialize with the others, since it was very difficult to perform all sort of works as well as being done before the beginning of industrialization. People started developing specific skills under industrialization and urbanization and caused them to continue performing specific tasks due to which there has a increase in the interdependence of people on each other. അപ്പൊ ഈ ഒരു എന്താണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ബുക്കിനെ കുറിച്ച് അറിയാം അല്ലെ. പ്രത്യേകിച്ച് എമിൽ ഡർക്കൈം നടത്തിയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ബുക്ക്. ആ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ബുക്കിന്റെ അകത്ത് കൃത്യമായിട്ട് ഈ ഒരു എങ്ങനെയാണ് തൊഴിൽ പണ്ട് വിഭജിക്കപ്പെട്ടിരുന്നത്, പണ്ട് എങ്ങനെയായിരുന്നു ഒരു ആൾ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട നിർമ്മിക്കാനാണെങ്കിൽ അതിന്റെ കമ്പികൾ കൊരുക്കുക, അതുപോലെ തന്നെ അതിന്റെ ശീല കെട്ടുക, അതുപോലെ തന്നെ അതിന്റെ പിടി ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ ഒരാൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വാച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വാച്ചിന്റെ ഒരു ചില്ല് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അതിന്റെ ഔട്ടർ സെക്ഷൻ ശരിയാക്കുക, അതിന്റെ ഒരു ലെതറിന്റെ ഭാഗം ഉണ്ടല്ലോ അത് ഇടുക, അതുപോലെ തന്നെ സൂചികൾ ശരിയാക്കുക, അതൊക്കെ ഒരാൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാളുടെ പണി വളരെയധികം ഈസി ആക്കാനായിട്ട് സഹായിച്ചു. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില യൂട്യൂബിലെ ചില വീഡിയോസിലൊക്കെ വളരെ കൂൾ ആയിട്ടുള്ള ജോലികൾ എന്ന് പറഞ്ഞ് കാണുന്ന ചില വീഡിയോസിൽ ഒരാളിപ്പം പാക്കറ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ വെറുതെ കിടക്കുന്ന കുറച്ച് ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു റോളിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അതിൽ നിന്ന് ആ റോളിൽ നിന്ന് ആ സാധനങ്ങൾ എടുത്ത് അടുക്കി ഒരു ബോക്സിലാക്കുന്ന ഒരു ചുമതലയുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അത് മാൻ വർക്ക് ആണ്, അവര് മാനുവലി ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു കൂസലില്ലാതെ വളരെ അടുക്കി പറക്കി ഓരോ സാധനങ്ങളും ഓരോ ബോക്സും കൃത്യമായിട്ട് അവര് വെക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ ഓർക്കും ഭയങ്കര ഈസി ആണെന്ന്. പക്ഷെ എന്താണ്, അത് അവരുടെ നിരന്തരമായിട്ടുള്ള
ഒരു ചെയ്യല് അത് നിരന്തരമായിട്ട് ചെയ്ത് അവരതിൽ എക്സ്പേർട്ടായി. അതുകൊണ്ടാണ് അവർ ഇത്ര ഈസി ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് തന്നെയാണ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പണ്ടത്തെ ആളുകൾ എന്ന് പറയുന്നത് ഓരോ സാധനങ്ങൾ ഒരുമിച്ച് ഇപ്പം വാച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിന്റെ സൂചി എടുത്ത് വെക്കുക, അതുപോലെ തന്നെ അതിന്റെ അക്കങ്ങൾ ശരിയാക്കുക, ചില്ലിടുക, അതിന്റെ ലെതർ പിടിപ്പിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ സമയം കൂടുതലെടുക്കും. പക്ഷേ ഇപ്പം ലെതർ പിടിപ്പിക്കുന്ന ഒരാള്, ഇപ്പൊ അതിന്റെ വള്ളി, അതിന്റെ ആ ഒരു ചെയിൻ പിടിപ്പിക്കുന്ന ഒരാളും, അതിന്റെ ചില്ല് പിടിപ്പിക്കുന്ന ഒരാൾ, അതിന്റെ സൂചികൾ ശരിയാക്കുന്ന ഒരാൾ, അങ്ങനെ അങ്ങനെ പല പല ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് ചെയ്യുന്നതിൽ അവർ ഭയങ്കരമായിട്ട് എക്സ്പെർട്ട് ആയി കാണും. അവർ പെട്ടെന്ന് അത് ചെയ്യും. അപ്പൊ എന്താണ്, ടൈം വളരെയധികം കുറച്ചേ നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പണം ഏറ്റവും കൂടുതൽ ലാഭിക്കാനും പറ്റും. അപ്പൊ ആ രീതിയിൽ ഒരുപാട് ബെനിഫിറ്റ് ഈ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതാണ് എമിൽ ഡർക്കൈമിന്റെ ആണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നൊന്ന് ഓർത്തിരിക്കാം. പിന്നെ അതും നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് ഒരുപാട് വർദ്ധിപ്പിച്ചൊരു കാര്യം തന്നെയാണ് ഡിവിഷൻ ഓഫ് ലേബർ. പിന്നെ ജോർജ് സിമൽ എന്ന് പറയുന്നത്, സിമൽ ആർഗ്യൂഡ് ദാറ്റ് മണി ഈസ് വൺ ഓഫ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കണ്ടംപററി capitalist society, and it had played a significant part in the relation between people in the modern society. For understanding the modern society, it was very important to know about the origins and consequences of the use of money as well as the money economy. He said that capitalism had resulted in the monetary economy. Money occupies the positivism of a driving force for economic activities. There has to be a trust in its capacity that it could be exchanged for goods, and at any time when money gets accumulated, it means there is trust in it, which is also helped by institutional factors like efficiency on the political power and guarantees of the legal order. He said the money economy was significant in dissolving the nature economy in which production was done for self-consumption, or this had lead to formation of centralized state in order to perform the functions of controlling money. ജോർജ് സിമൽ എന്ന് പറയുന്നത് അതൊരു മണീനെ പറയുന്നത്, മണി ഈസ് വൺ ഓഫ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കണ്ടംപററി അപ്ലൈഡ് സൊസൈറ്റി ആൻഡ് ഇറ്റ് ഹാഡ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഇൻ ദ റിലേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഇൻ ദ മോഡേൺ സൊസൈറ്റി. അപ്പൊ ആ ഒരു ജോർജ് സിമൽ എന്ന് പറയുന്നത്, ഇന്ന് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ആ ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. പ്രത്യേകിച്ച് റിലേഷൻസിനെ പോലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിലേഷൻ നമ്മൾ കൊണ്ടുപോകണോ അതോ കൊണ്ടുപോകണ്ടേ എന്ന് തീരുമാനിക്കുന്നവരെ അവരുടെ കയ്യിലുള്ള മണീനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ജോർജ് സിമലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മണി എന്ന് പറയുന്ന ഘടകം വളരെ നിർണായകമാണ്. നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യ മുതൽ മോഡേൺ ഇന്ത്യയിൽ വരെ നമുക്ക് ആ മണി ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ തോർസ്റ്റൻ വെബ്ലൻ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ 1857 മുതൽ 1929 വരെയാണ് തോർസ്റ്റൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയാം. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലും the institutional economics of Veblen can be compared with the model of Durkheim in the sense that Veblen had tried to redesign economic analysis on the institutional basis. Even in the later had a different social and cultural context. Veblen provided a non-individualistic theory of economic actions and focused on historical empirical research, which was not done by economics and the social efforts of market-based capitalism. He focused on their three problems areas. Individualistic conception of human nature was embodied in the theory of economics action. Static nature of traditional economic analysis, functioning on equilibrium rather than change. Link between the pursuit of individual interest and collective well-being were guided by values and norms absorbed from the society. Veblen said that historical change was dependent on changing institutions and individual behavior, but traditional economic theory could not properly understand it and treated individual preferences and state of knowledge and technology as given. He said that the traditional approach focused on equilibrium and a mechanism which has stabilized the economy. His theory of change made possible coexistence of societies where related between technology and institutions was different. He discussed the cultural aspects of consumption practices in his book, The Theory of the Leisure Class, and said that the desire to increase consumption
of goods was not a sufficient incentive for people to do an economic activity. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ടാൽക്കോട്ട് പാഴ്സൺസിന്റെയും ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിൽ ഇക്കണോമി എന്താണെന്നും അതുപോലെ തന്നെ സമൂഹവുമായിട്ട് ഇക്കണോമി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നും ടാൽക്കോട്ട് പാഴ്സന്റെ അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. Describing the relationship between economics and sociology, Talcott Parsons noted the significant status of economics based on formulations of Daniel Robbins that argues that sociology as analysis of institutions of economic life should be a complete complement and not a substitute for mainstream economy. He said that the classical Hobbesian problem of social order could be solved by having a set of shared goals and common values which direct actions. According to him, economic laws are normative, which indicates rational action under certain conditions and are valid in the actors behave accordingly to safely their ends, but it is generally not so. Parsons criticized Veblen's institutional economics he had against the anti-theoretical nature of institutional economics because it defined legitimacy of analytical abstraction. He also did not favor his emphasis on technology as the institutions better than all others, neglecting the cultural normative and actors lead to an automatic individualism, which purposes that individuals have their ends dependent of their mutual interactions. In the absence of factors introducing coordination and integration between goals of different individuals, there may be chores and conflicts in society. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് പാഴ്സൺസിന്റെ അഭിപ്രായത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ വെബലിന്റെ കാഴ്ചപ്പാടിനോട് തീർത്തും എതിരുള്ള അഭിപ്രായമാണ് പാഴ്സൺ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. പിന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ആൻഡ് കൺട്രാഡിക്ഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ബൈ ദ പീരീഡ് ഓഫ് 1950s onwards, modernization theory had come up in the Western world, and it started to dominate the academic and policy circles. Its chief principles include movements of societies from traditional stage of industrial development phase, the high economic growth rate, trade and foreign investment, and follow the policies of Western countries. The economist has developed models of capital accumulation, savings, changes of in technology, industrialization. Within this framework, sociologists and anthropologists had their focus on traditional culture and structural problems in developments and institutional changes which come up with the development. Political scientists were more concerned with the more movement from tribal, communal and political system towards the interest group and political institutions. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഡെവലപ്മെന്റ്, ഇക്കണോമിക് ഡെവലപ്മെന്റും ഇഷ്യൂസ് ആൻഡ് കോൺട്രാഡിക്ഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് എങ്ങനെയാണ് ഈ ഒരു ഇക്കണോമിക് ഗ്രോത്ത് നമുക്കുണ്ടായത്, അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് കൂടാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്ന് നമുക്കുണ്ട് അല്ലെ. നമുക്ക് SIP ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഉണ്ട്. 12% നമുക്ക് റിട്ടേൺസ് കിട്ടുന്നതാണ് ഇതെല്ലാം. അപ്പം നമ്മുടെ എമൗണ്ട് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ചില മാർഗ്ഗങ്ങൾ വഴി നമുക്ക് സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാം ആയിട്ട് എഴുതാം. ഇനി ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്, Indian urban economy has organized sector and unorganized sectors in which the former system that large scale protection in terms of capital and labor, wage labor, advanced modern technology, public and private ownership. It has certain other features such as regulating and protecting markers for labor output, formal employment, formal educational qualification, training of its workers, and characteristics of underground unorganized sector embraces include small scale of operation in terms of capital and labor, private and family ownership, labor intensive, backward technology, unregulating market, unprotected labor, and less requirement, etc. Whereas employment in the organized sector is wage labor. In the unorganized employment, labor works for wages in manufacturing, repair, construction, trade, transport, and a number of other sales, services, and domestic service. Among the employment activities, there are hawkers, peddlers, pushers, and playing mutual rickshaws,
etc. Government of India emphasized the parliamentary organization sector of factors India's economic development. ഇപ്പോൾ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഓർഗനൈസ്ഡ് സെക്ടറും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കേ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി വാഷിംഗ്ടൺ കോൺസെൻസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡ്യൂറിംഗ് 1980s there was a reference of economic orthodox and counter revolution development. Economics called a Westinghouse consciousness. The term was adopted by the World Bank and the IMF. The constitutions had economic writings of Friedrich Hayek, Milton Friedman, and also had the philosophies of teacher and Reagan administrators. Many lessons were also learned from the debt crisis on the early 80s. It provided a number of measures that could be used by the debtor third world countries, such as fiscal discipline, lower public expenditure, a tax reformation, market determined interest rates, etc. Along with the variety of neoliberalism, there was a growing disaffections with the Marxist ideas and communist socialist political system starting first in the Eastern Europe. It was followed in Western Europe and the United States. It is also got strengthened after the collapse of state systems in 1989 to 19, in which the sole serious competitor to Western capitalism had disappeared. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ആൻഡ് എസ്സേ ഓൺ ദ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് മണി. ഡിസ്കസ് യുവർ എസ്സേ വിത്ത് അതർ പിയേഴ്സ്. അപ്പം നമുക്ക് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് മണി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ. നമുക്കൊരു പണമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്തിനും ഏതിനും പണം വേണം. നമുക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനായിട്ട് പണം വേണം. അതുപോലെ തന്നെ ചിലപ്പോൾ വെള്ളത്തിന് വരെ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് നമുക്ക് എക്സാമിന് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ കൺസ്യൂമർ ആയിട്ട് നമുക്ക് പണം ആവശ്യമാണ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ആയിട്ട് നമുക്ക് പണം ആവശ്യമാണ് അല്ലെ. അപ്പൊ പണം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഘടകമായിട്ട് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പണമില്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി? ആ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദ ചീഫ് കൺസേൺ ഓഫ് ഇക്കണോമിക്സ് ഈസ് ഓൺ ഇക്കണോമിക് ലൈവ്സ് ഓഫ് ദ പീപ്പിൾ. ദ വ്യൂ പോയിന്റ് ഓഫ് സോഷ്യോളജി ഈസ് വെരി എക്സ്റ്റെൻസീവ് and it is concerned with understanding societies, social activities as a whole, which also include the economic lives of people, the belief system in the society, traditions, culture, political issues, etc. So it can be considered that the relationship between economics and sociology is not a competing, substituting one, but the two are complementary, and there is a great deal of corruption between them. അതുപോലെ ഡിസ്കസ് ദ ഐഡിയാസ് ഓഫ് വൺ ഓഫ് ദ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് ബ്രീഫ്ലി ഓൺ ഇക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കാം. In understanding the relations between the social facts and collective consciousness of a society, Emil Durkheim tried to know the changes in division of labor in modern societies and the way a division of labor explains the formation of groups. According to him, different forms of social relations had come up with the growth of modern technology. അപ്പോൾ എന്താണ് ഈ ഒരു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവില് നമുക്ക് എന്താണ് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ഒന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കാം. ഈ ഒരു എമിൽ ഡർക്കെയിമിന്റെ കോൺസെപ്റ്റ്. Emil Durkheim tried to know the changes in division of labor in modern societies and the way division of labor explains formation of groups. ഡിവിഷൻ ഓഫ് ലേബർ കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ച് ഒരുപാട് സമയം നമുക്ക് ലാഭം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു തൊഴിലിൽ ഒരാൾക്ക് കൂടുതലായിട്ട് പ്രാഗൽഭ്യം നേടാനും ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് നമുക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പലതരത്തിലുള്ള ചിന്തകന്മാർ, ഇപ്പൊ മാക്സ് വെബറിനെ കുറിച്ചും അതുപോലെ തന്നെ സിമലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അവരൊക്കെ ഈ ഒരു ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ചും ഇക്കണോമിക് സോഷ്യോളജി തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും ഒക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്.
റൈറ്റ് എ നോട്ട് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് ഗിവൺ ബൈ എമിൽ ഡർക്കെയിം. അങ്ങനെയൊക്കെ ആയിരിക്കും ഇടയ്ക്ക് എക്സാമിന് ചോദിക്കുക. അല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ അപ്രോച്ച് ഓഫ് സോഷ്യോളജി പ്രൊവൈഡഡ് ബൈ കാൾ മാർക്സ്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് കാൾ മാർക്സും അതുപോലെ തന്നെ എമിൽ ഡർക്കെയിമും സിമിലും ഒക്കെ പറഞ്ഞ കുറച്ച് വാക്കുകളും വാചകങ്ങളും ഒക്കെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കണം. അതൊക്കെ പഠിച്ചു വെക്കാനും കൂടെ ശ്രമിക്കണം. വാട്ട് ഡു യു നോ അബൌട്ട് SAP? അത് ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SAP എന്താണെന്ന് ചോദിച്ചു. സ്ട്രക്ചർ അഡ്ജസ്റ്റ്മെന്റ് പോളിസീസ് ആണ് SAP എന്ന് പറയുന്നത്. IMF the conditions imposed the debtor countries as the guarantee of repayment of loans. അപ്പൊ അതൊക്കെ നമുക്കൊരു SAP ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ briefly narrate the main criticism of the മോഡേണൈസേഷൻ തിയറി. അപ്പൊ മോഡേണൈസേഷൻ തിയറിയുടെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്താണെന്നുള്ള ചോദ്യവും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. Modernization theory had faced criticism by the dependency theory and world system theory even during the 1960s. The strength of the modernization theory was reducing and its basic nature was considered imperialistic, West-centric and degrading to cultures of other societies. Scholars criticized the view, which said that the traditional societies were static and traditions disappear with the modernization. The idea of convergence was criticized by economic historians and others, and they went for a different way to industrialization. The Latin American and African scholars criticized the modernization theories, stating that the ignored and the international dimensions, mainly the dominance of the development countries on other countries. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു എന്താണ്, പല രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് കോൺസെപ്റ്റ് എങ്ങനെയാണ്, ആ ഒരു ഇക്കണോമിക് ഗ്രോത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എന്താണ്, ജനാധിപത്യ രാജ്യമാണ് അല്ലെ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുതലാളിത്ത രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽ സാമ്പത്തികമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം ചൈനയിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ടാക്സസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, ആ ഒരു രാജ്യത്തെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുതലാളിത്ത രാജ്യങ്ങളിൽ കൂടുതൽ ഒരു വ്യവസായ വൽക്കരണത്തിനും വ്യവസായത്തിനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ നമ്മൾ രണ്ടിന്റെയും മിഡിലാണ് അല്ലെ. മുതലാളിത്ത രാജ്യവുമല്ല, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യവുമല്ല, നമ്മൾ രണ്ടിന്റെയും മിഡിലാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും അത്യാവശ്യം വേണ്ട എല്ലാ ഒരു സൗകര്യങ്ങളും അല്ലെങ്കിൽ പ്രൊട്ടക്ഷനും ഒക്കെ നമ്മുടെ ജനങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എക്സാമിന് പഠിച്ചു വെക്കാം. പിന്നെ മെൻഷൻ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റേജസ് പറയുന്നുണ്ട്. ഒന്ന് പ്രിലിമിനറി സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ പോപ്പുലർ സ്റ്റേജ്, അത് രണ്ടാമത്തെ സ്റ്റേജ്. ദ ഫോർമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജ് ആണ്. അതുപോലെ നാലാമത്തെ ഡിസൊല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റേജ് ആണ്. ഇതും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പഠിച്ചു വെക്കാം. ഇനി ഫോർമലിസം ആൻഡ് സബ്സ്റ്റൻറ്റീവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. There was two different schools of thought in economic anthropology, formalism and substantivism. Karl Polanyi defines economy in formal and substantive terms, and thereafter substantive and formalist had come up as two schools of thought in economic anthropology and sociology, whereas substantive and based on experience, formulation in a logical way of thinking. Polanyi in his book The Great Transformation says the origin of theories lies in transformation of European civilization from pre-industrial world to industrialization after industrial revolution. Important changes in production methods and socio-economic policies were there. In economic after polygamy sociology, the schools of thought എന്ന് പറയുന്ന കോൺസെപ്റ്റ്, substantives argue that economy is embedded, integrated, the institutionalized in different social institutions belonging to different cultures. Formalist content for the idea of economic rationality of maximizing individuals.
ഇനി ഫോർമലിസം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ വ്യൂസ് ഓഫ് ഫോർമലിസ്റ്റ് ദ ഫോർമൽ റൂൾസ് ഓഫ് നയോ ക്ലാസിക്കൽ എക്കണോമിക് തിയറി ഓഫ് capitalist market societies can explain the nature and dynamics of non-capitalist economics. Formalism states that the principles of capitalist economy are universal and non-industrial economics are less significant to principles of market economy. അപ്പോൾ ഫോർമലൈസേഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സ്റ്റഡിങ് ദ ഇമ്പാക്ട് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലിസം ഇൻ ഇംഗ്ലണ്ട് during early 19th centuries and the remaining industrialism world. Carl Purny said the market capitalism had commodified the commercialized all goods and services in terms of a single standard of money, but the pre-capitalist economy was not monetized, commoditized, and was covered by socialist. According to Purny, capitalism has placed profits and market above the social and human values. അപ്പം നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ ഇക്കണോമിക് സിസ്റ്റം ഇന്നത്തെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഒരുപാട് പരിണാമങ്ങളുടെ ഫലമായിട്ടാണ് അല്ലേ. ഇന്ന് നമ്മൾ കൂടുതൽ ജന്മി വ്യവസ്ഥിതിയൊന്നുമില്ല, നമ്മൾ ജനാധിപത്യ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ മുതലാളിത്തം ഉള്ള ഒരു കോൺസെപ്റ്റ് പ്രത്യേകിച്ച് വ്യവസായ മേഖലകളിലൊക്കെ ഒരു മുതലാളിത്ത കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ മുതലാളിത്ത രാജ്യങ്ങൾ പോലെ തന്നെ ഒരു രാജ്യമായിട്ട് വികസിത രാജ്യമായിട്ട് മാറാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ രാജ്യത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എംപാൻഡൻസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടീവ് എക്കണോമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് says that the human economy was always embedded in the society before 19th century and it is the substitutive economy. Human economy is embedded in economic and non-economic institutions and the role of the latter is very significant. The idea of embeddedness goes aside the views of classical economics and it says that economic is not autonomous from the society and it is always subordinated to politics, regional and social relations. Polanyi tried to show the classical economics like Malthus and Ricardo Brock from the previous economics and whereas earlier the economy was subordinate generally to society. In the system of self-regulating markets, society was subordinated to the logic of market. Socializations are embedded in the economic system instead of the later being embedded in the former. According to Polanyi, economy is submerged in man's social relationships in substitutive economy. He says the man does not act so as to safeguard this individual interest in the possession of material goods. He acts so as to safeguard his social standing, his social claims, that his local social assets. He gave importance to material goods only in so far as they serve such a purpose. Production and distribution both were linked with a specific economic interest attached to the possession of goods, but the world process has many social interests that in the end ensure that the required step should be taken. അപ്പോൾ അത് നമുക്ക് എക്സാമിന് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിരിക്കാം. അതുപോലെ തന്നെ റെസിപ്രോസിറ്റി, റെസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് എക്സാമിന് അത് എന്താണെന്നുള്ളൊരു ചോദ്യമൊക്കെ വരും. ഇറ്റ് ഷോസ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഇൻ എ സൊസൈറ്റി. അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. In the reciprocity from the distribution of goods and services, there is a mutual sense of obligation of helping, sharing, and the people of the same family or clean exchange goods and services. There is collection, redistribution of goods and services from everyone by a central authority or in redistribution. The authority collects from everyone and redistributed, but exchange in the market system in which the price system operates. The pre-capitalist economics are integrated through reciprocity and redistribution, and the capitalist societies are integrated by the market system of exchange. Even in pre-capitalist societies, there are markets for trading, but without the rules of a self-regulated market for guiding. The capitalist economics have all the three systems, but they are dominated by
dominated by exchange and reciprocity. In this way, reciprocity and redistribution dominates than the pre-capitalist and socialist economies. In a capitalist economy, there are physical marketplaces or money, and there are traditional economics in which there were some objects which played the function of family money. Money plays the role of an universal standards of value in a market economy. The pre-capitalist economies are multi-centric and capitalist economics are യൂണിസെൻട്രിക്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കാം. റെസിപ്രോസിറ്റിയും റീഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ എക്സ്ചേഞ്ചും ഒക്കെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകളാണ്. അപ്പൊ അത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെയാണ് ദാനധർമ്മ ഇൻ ഇന്ത്യ, ദ കാസ്റ്റ് സ്റ്റഡി ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ബൈ മാക്കൽ മോസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഈ ദാനധർമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ പണ്ട് കാലഘട്ടത്തിലൊക്കെ ദാനധർമ്മങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ഇന്നത്തെ കാലത്തും ഉണ്ട്, പക്ഷെ ആ പേരിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ ദാനധർമ്മം എന്ന് പറഞ്ഞ് ഒരു പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിഥി ദേവോഭവ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരുപാട് ആചാരങ്ങൾ പണ്ട് നമ്മുടെ ചില അമൂല്യമായിട്ടുള്ള ചില വിശ്വാസങ്ങളും ചില ചിന്താരീതികളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിഥികളെ എന്തുകൊണ്ടും എങ്ങനെയും അവരെ സന്തോഷിപ്പിക്കണമെന്നും അവരെ നല്ല രീതിയിൽ പറഞ്ഞയക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ നല്ല രീതിയിൽ ദാനധർമ്മങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതും രണ്ടാമത്തെ കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പാരമ്പര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു മണി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ നമ്മളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീധന സമ്പ്രദായമൊക്കെ നമ്മുടെ ഇന്ത്യയിലാണല്ലേ വന്നത്. ഇതും ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് പോലെയാണ്. അതായത് പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു സമ്പാദ്യത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ സമ്പാദ്യം എന്ന് പറയുന്നത് ഇന്നും ആ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അല്ലെ. ആ പേരുകളൊക്കെ മാറി സ്ത്രീധനം എന്നായും അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടത്തിന് കൊടുക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. Michael Malus is the book Gift Exchange Providence, some pre-capitalist sociologist, which the reciprocity and redistribution as the form of circulation. He says that there were evidence of two substances, his thesis, about three moral obligations to give, receive and reciprocate a gift in a gift economy. He mentioned about the theory of Dharma applicable in the Brahmin and extent from the Mahabharata epic in India and uses the gift exchange economy in the Vedic India. He says that the Mahabharata is the story of practice of exchange in different tribal societies. In the gift are given away from affirming social status. Masses say that the economic theology suggests that gift given was an extension of the giver, and the fact of giver gives to himself. When a giver gives something, it does not get lost for him, but the reproduces itself during his present life or in another life. He says that the return to the giver may be equivalent or even bigger. When a donor gives away food, it may return to him in its world or in another world in his other births. So according to him, it is a morality and economically regulated economic, and it's different from the market economy in which things are exchanged for a price. In this area way, one can identify limitations of the debate between formalizing and substantivism. The substantivist school of thought had challenged the view that capitalism is a universal economic system which is imperial. This school of thought had also widened discussions about looking for alternatives to capitalist economics by including ethnographic studies of different pre-capitalist societies of Asia and Africa. Karl Polanyi has also mentioned about socialist economy having reciprocity and redistribution, but this theory does not talk about the element of production of goods and services in an economy. Also, production and distribution are not actually two different spheres of an economy.
such a limitation of also visible in the works of mass discussed about the gift exchange in India mentioned in the മഹാഭാരത എപ്പിക്. അപ്പൊ ആ ഒരു ദാനധർമ്മ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും. പണ്ടത്തെ ഒരുപാട് ആചാരങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ എപ്പിക്കുകളിലൊക്കെ ഈ ദാനധർമ്മത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കൃഷ്ണന്, മഹാഭാരതത്തിലെ ഒരുപാട് ആളുകൾ ഒക്കെ നമ്മുടെ ഈ ഒരു ദാനധർമ്മത്തിലൊക്കെ പേര് കേട്ടവരാണ്. അപ്പം ഇത്തരത്തിലുള്ള ദാനധർമ്മം നമ്മുടെ കൾച്ചറിന്റെ തന്നെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ കൾച്ചറിന്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടന്ന ഒരു കാര്യമായിരുന്നു ദാനധർമ്മം എന്ന് പറയുന്നതും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പം പാരിതോഷികങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാം. ഇപ്പം ഓരോ രാജാക്കന്മാരും പാരിതോഷികങ്ങൾ കൊടുത്താണ് വിട്ടയച്ചിരുന്നത്. ഓരോ പ്രജകളും ഒക്കെ വന്ന് അവരെന്തെങ്കിലും ഒരു കാര്യസാധനമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോൾ പാരിതോഷികങ്ങളോട് കൂടെയാണ് അവരെ വിട്ടയക്കുക. അപ്പം ഇതൊക്കെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യവും കൂടിയായിരുന്നു ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ദാനധർമ്മവും ഒക്കെ. ഇന്ന് കുറേയൊക്കെ മാറി മാറി വരുന്നുണ്ട്. ദാനധർമ്മത്തിലൊന്നും കുടുംബത്തിന്റെ പ്രൗഢി ദാനധർമ്മത്തിലല്ലെന്നുള്ള ചിന്തയൊക്കെ ഇന്ന് കുറെ ആളുകളിലുണ്ട്. അതിന്റെ ഫലമായിട്ട് ദാനധർമ്മങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് പക്ഷേ കൾച്ചറിന്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലും അല്ലെങ്കിൽ റിലീജിയൻ ബേസിലും ഒക്കെ ഈ ദാനധർമ്മങ്ങൾ നടത്തുന്നവർ വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ക്രിറ്റിക്കും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. The 3 elements of the gift exchange economic given by Merz are not there is a Indian case. The Brahmins have no obligation to give but only obligation to receive. The Kshatriyas have no obligation to receive but only to give. Thomas has said about that in the Mahabharata, the warrior class plays a game of stake everything and complete forgetting a princess. They feel honored by being generous and everything about Paulus ethos in this. Their various warriors would feel being inferior while receiving something, so they would be not accept it. Brahmins only have the obligation to accept a gift and they do not have any obligation to reciprocate by giving. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിറ്റിക് ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനുമായിട്ടുള്ള ഒരു ക്രിറ്റിക് അല്ലെങ്കിൽ ഒരു വിമർശനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പല ആളുകളും നമുക്കറിയാലോ ഒബ്ലിഗേഷൻ ടു ഗീവ്, അതുപോലെ റിസീവ് ആൻഡ് ടു റെസിപ്രോക്കേറ്റ് എന്ന് പറയുന്ന ഒരുപാട് കോൺസെപ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതായത് ചില മതത്തിൽപ്പെട്ട ചില ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാനേ പാടുള്ളൂ, വാങ്ങിക്കാൻ പാടില്ല. ചില ആളുകൾ വാങ്ങിക്കാനേ പാടുള്ളൂ, കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഈ മതങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ ഈ ഒരു വർഗങ്ങളുടെ ഇടയിലും വർണ്ണങ്ങളുടെ ഇടയിലൊക്കെ നിലനിരുന്നു. അപ്പൊ ആ ഒരു കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് വിമർശനങ്ങളായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ബ്രാഹ്മൺസ് എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. The Brahmins have no obligation to give but only obligation to receive. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ the Kshatriyas have no obligation to receive but only to give. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ച് ഒന്ന് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ അത്രയാണ് നമുക്ക് ഇപ്പം എക്സാമിന് വരാൻ സാധ്യതയുള്ളത് ഭാഗങ്ങള്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇക്കണോമിക് ആന്ത്രോപോളജി, സോഷ്യോളജി അണ്ടർസ്റ്റുഡ്. അപ്പൊ ആ ഒരു ഹൗ ഈസ് ഇക്കണോമിക് ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇക്കണോമിക് ആന്ത്രോപോളജിനെ കുറിച്ച്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമലിസം ആൻഡ് സബ്സ്റ്റാൻറ്റീവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ആ ഒരു ദാനധർമ്മത്തെ കുറിച്ചും ഗിഫ്റ്റ് ഗീവിങ്ങിനെ കുറിച്ചും ഒക്കെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടോ? ഓക്കെ, അപ്പം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറയാം. വരിക അടുത്ത ക്ലാസ്സിൽ നമ്മൾ ന്യൂ ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.